ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ 21-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്നറിയുമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താ? നമ്മൾ എന്ത് ചെയ്താലും അതിന് അതിഗംഭീരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എഫേർട്ട്ലെസ് ആയിട്ട് അത്രേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബലങ്ങൾ, അതാണ് നമ്മളുടെ എല്ലാവരുടെയും ഡ്രീം അല്ലേ? അങ്ങനെ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെടി വെച്ചു, ആ ചെടി ശരിക്കും നല്ലൊരു ഫ്രൂട്ട്, ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടി എന്താണെന്ന് പറയുമ്പോൾ റംബുട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ റംബുട്ടാൻ്റെ ചെടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നല്ല നല്ല റംബുട്ടാൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ നല്ല വെള്ളം കൊടുക്കണം, നല്ല വളങ്ങൾ കൊടുക്കണം. അതിനാവശ്യമുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട്, നല്ല കായകൾ നിറച്ചുണ്ടാവുകയും നല്ല വലിപ്പമുള്ള മധുരമുള്ള കായ കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ വർക്ക് ചെയ്യുന്ന റൂട്ടിലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾക്കൊരു അതിഗംഭീര ഗുണഫലങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ലത് നടക്കണമെന്ന് പ്രതീക്ഷിക്കണം, നമ്മൾ ആഗ്രഹിക്കണം. അല്ലാതെ ഒരു അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു ലോട്ടറി അടിച്ചാൽ അടിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെയല്ല. ലോട്ടറി അടിക്കണമെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസത്തിനോട് ഉറപ്പിക്കണം, ഈ ലോട്ടറി എനിക്ക് അടിക്കും, എൻ്റെ ജീവിതം രക്ഷപ്പെടും. ആ ഒരു ഉറപ്പോടെ നമ്മൾ ലോട്ടറി എടുത്ത് അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് നമ്മൾക്കത് കിട്ടുക. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തും നമുക്ക് നടത്തണമെങ്കിൽ നമ്മൾ അതിനു മുമ്പായിട്ട് ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ അതിഗംഭീര ഗുണഫലങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡിനെ നമുക്ക് യൂസ് ചെയ്യാം. അതിനെ നന്നായിട്ട് തീരുന്നതായിട്ട് നമ്മൾക്ക് മുൻകൂറായിട്ട് അതിന് നമുക്ക് നന്ദി അർപ്പിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശയം ഏറ്റവും നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് J.K. ചെസ്റ്റർട്ടൺ എന്നുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് നന്ദി പറയുന്നു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, എന്ത് ഭക്ഷണം കഴിക്കാൻ പോണതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? അത് കഴിക്കുന്നതിന് മുമ്പ് അത് കിട്ടിയതിന്, അത് പാകം ചെയ്ത ആൾക്കാർക്ക്, അത് കൃഷി ചെയ്ത കർഷകർക്കൊക്കെ നമ്മൾ നന്ദി പറയുകയാണ്. അതുപോലെ ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിനിമ കാണാൻ പോവാണ്. അപ്പോൾ സിനിമ കാണാൻ പോണതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ആ സിനിമയ്ക്ക് പോയപ്പോൾ ഏറ്റവും നല്ല സീറ്റ് കിട്ടിയതിന്, വളരെ കംഫർട്ടബിളായിട്ട് ആ യാത്രയിൽ വളരെ സന്തോഷമായിട്ട് പോയി കാണാൻ പറ്റിയതിന്, എഗെയിൻ അത് കഴിഞ്ഞിട്ട് പോയിട്ട് കഴിച്ച നല്ല ഫുഡിന്, ഇങ്ങനെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ അതിന് വേണമെങ്കിൽ നമുക്ക് നന്ദി പറയാം. അങ്ങനെ എന്ത് കാര്യം നമ്മൾ ഇന്ന് യോഗ ചെയ്യാൻ പോവാണ്. അപ്പോൾ യോഗ ചെയ്യാൻ പോണതിന് മുമ്പ് തന്നെ ഞാൻ എവറി ഡേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും യോഗയ്ക്ക് പോണതിന് മുമ്പ് തന്നെ ഞാൻ വിചാരിക്കും, കാര്യം പല ദിവസവും എന്തെങ്കിലുമൊക്കെ തടസ്സം വന്നിട്ട് യോഗയ്ക്ക് പോകാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ കൃതജ്ഞത എഴുതുമ്പോൾ തന്നെ എഴുതും, ഇന്ന് കൃത്യമായിട്ട് യോഗയ്ക്ക് പോകാനും വളരെ നല്ല രീതിയിൽ ആ എക്സസൈസ് ചെയ്തിട്ട് അവരുടെ കൂടെ നല്ലൊരു മെമ്മറീസൊക്കെ ഫെല്ലോ മെമ്പേഴ്സുമായിട്ട് വളരെ നല്ലൊരു ദിവസം കാഴ്ചവെക്കാൻ പറ്റിയത് നന്ദി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്യണതിന് മുമ്പായിട്ട് നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ എഴുതുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് മുമ്പ് നന്ദി പറയാം. കാര്യം എന്താ? ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഒരു ചാപ്റ്റർ എഴുതാൻ പറ്റിയതിന്, അത് ഏറ്റവും നല്ല രീതിയിൽ എഴുതാൻ പറ്റിയതിന് നന്ദി. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താണോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മളുടെയൊക്കെ ആ ചിന്തകളെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ബലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണം. അപ്പം ജീവിതം എപ്പോഴും ഒരു ഇങ്ങനെ ഭാഗ്യവശാൽ അല്ലെങ്കിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾക്ക് എപ്പോഴും ഭാഗ്യത്തിൻ്റെ തലോടൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതിന് എന്ത് ചെയ്യണം? നമ്മൾ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിനെ യൂസ് ചെയ്യണം. കാര്യം ഒരു പൈലറ്റ് സാധാരണ ഗതിയിൽ പറക്കുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് പറക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ ഓൾമോസ്റ്റ് എങ്ങനെ വന്നാലും ഏറ്റവും നല്ല രീതിയിൽ മൂവ് ഔട്ട് ചെയ്യുമെന്നും അത് ആ ഒരു റൈറ്റ് ടൈമിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റും എന്ന ഉറപ്പോടെയാണ് അദ്ദേഹം ആ പറക്കൽ ചെയ്യണത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണ എല്ലാത്തിനും അതിഗംഭീര ഗുണഫലങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ആകർഷണ നിയമത്തെ നമ്മൾ യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും മികച്ച ഫലങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൃതജ്ഞത പറയണം. നടന്നതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമുണ്ട്, ആ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് നടന്നതിന് നമുക്ക് കൃതജ്ഞത പറയാൻ പറ്റും. അതായത് നമ്മൾ ഇന്നൊരു പരീക്ഷ എഴുതാൻ പോവാണ്.
അപ്പോൾ ആ പരീക്ഷ എഴുതാൻ പോണതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയതിന്, എനിക്ക് ഏറ്റവും എത്ര മാർക്കാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഡിസ്റ്റിങ്ഷൻ കിട്ടിയതിന് നന്ദി. ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, ഒരു ഫോൺ ഇപ്പോൾ ഒരു കസ്റ്റമറെ വിളിക്കുകയാണ്, അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ പറയും, ഈ കസ്റ്റമറെ വിളിച്ച് ഞാൻ വിചാരിക്കുന്ന ആ ഒരു റിസൾട്ട് ഉണ്ട്, ആ ഓർഡർ എനിക്ക് തന്നത്, അദ്ദേഹം പറഞ്ഞ ആ ഒരു പർച്ചേസ് ഓർഡർ തന്നതിന് നന്ദി. അപ്പോൾ ഇങ്ങനെ എന്തിനു വേണമെങ്കിലും നമ്മൾക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഗംഭീര ഫലം ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് കൃതജ്ഞത ഉപയോഗിക്കാം. എന്ത് കാര്യത്തിലും, ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോണതിൻ്റെ അപ്പോയിൻമെൻ്റ് ആവാം, ചില സമയത്ത് ഡോക്ടേഴ്സ് ഒരിക്കലും അവൈലബിൾ ആവില്ല. ചിലപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മളുടെ ആ റിസൾട്ട്, ഇപ്പോൾ പല്ലൊക്കെ എടുക്കാനായിട്ട് അല്ലെങ്കിൽ പല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴും ഞാൻ അതിന് മുമ്പേ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഏറ്റവും നല്ല രീതിയിൽ ഒരു വേദനയില്ലാതെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചെക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് വന്നതിന് നന്ദി എങ്കിലും. അപ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മളുടെ എൻഗേജ്മെൻറ്റിന് ഒരു നല്ല രീതിയിലേക്ക് ആ ഫംഗ്ഷൻ നടക്കാനാവാം, അതിൻ്റെ ഏറ്റവും നല്ല മാലയും ഒരു കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ഭംഗിയാവാനാവാം, എന്തിനും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് യൂസ് ചെയ്യാം. എന്ത് കാര്യങ്ങളാണോ നമുക്ക് ആ ഗംഭീര ബലം ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ബലം കിട്ടിയതായിട്ട് നമുക്ക് നന്ദി എഴുതാം. ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് പറ്റണ എന്താ, ചിലപ്പോൾ സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ നമുക്ക് അതിന് നന്ദി എഴുതിയാലും നമ്മൾ ഇന്ന് ലഞ്ചിന് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് VIP ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും നല്ല ഫുഡ്, ഇങ്ങനെയുള്ള എല്ലാം കിട്ടിയതിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമുക്ക് നന്ദി പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് കാര്യങ്ങളാണോ നമുക്ക് വേണ്ടത് അതിനെല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാന്ത്രിക ശക്തി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു മാന്ത്രിക പൊടി വിതറുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ പറയും, ഈ ഫുഡ് ഏറ്റവും നല്ലതാകാനായിട്ട് ഞാനിങ്ങനെ ഇതിലേക്ക് വേറെ അത്രയും രുചിയുള്ളതാവാൻ, ഇത് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഞാൻ ഈ ഒരു ഫുഡിലേക്ക് എൻ്റെ മാന്ത്രികമായിട്ട് എൻ്റെ പൊടി ഇങ്ങനെ വിതറുവാണ്, സ്നേഹത്തിൻ്റെ കൃതജ്ഞതയുടെ. അപ്പോൾ ഈവൻ അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസത്തെ തന്നെ നമുക്കിങ്ങനെ ബ്ലെസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഗുണഫലം അത് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒരു ബ്ലെസ്സിങ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് ബേസ് ചെയ്യാം. പിന്നെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് വരില്ലേ, ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് അത് നല്ലതായിട്ട് വരും എന്ന് ചിന്തിക്കാം, എന്നിട്ട് നമുക്ക് അതിന് നന്ദി പ്രകാശിക്കാം. അപ്പോൾ എന്താവും, അത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കാര്യമായിട്ട് മാറും. കാര്യം ചില സമയത്തൊക്കെ ചില ആൾക്കാർക്ക് ബസ് കിട്ടാതെ വരും, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ക്യാൻസലായി പോകും. അപ്പോൾ പറയും, അയ്യോ നാശം, അങ്ങനെയൊന്നും പറയുന്നു. അപ്പോൾ നേരെ പറയാം, ദൈവമേ ഇത് ഇങ്ങനെ സംഭവിച്ചതിന് നന്ദി, അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇവിടുന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ, വേഗം തന്നെ എനിക്കിപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് പോകാനുള്ള സാഹചര്യം തന്നതിന് നന്ദി. അപ്പോൾ ഏത് കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഗുണമായിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഏത് മോശമായിട്ട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഒരു കോള് വരുവാണ്, കോള് വരുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇതൊരു പാരക്കോളായിരിക്കും, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഈ കോള് ശരിക്കും എന്താണ്, എനിക്ക് ഏറ്റവും നല്ലതായിരിക്കും, എനിക്ക് തന്നെ അത്രയും നല്ല ബ്ലെസ്സിങ്സ് ആയിരിക്കും. അങ്ങനെ ഏത് കാര്യത്തെയും നമ്മൾക്ക് ആകർഷണ നിയമത്തെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ നമ്മുടെ ചിന്തയും അതുമായിട്ടുള്ള ഇമോഷൻ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഫീലിംഗിലേക്ക് കൺവേർട്ട് ചെയ്താലുണ്ടല്ലോ, ഏത് പ്രശ്നത്തെയും നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്ത് മോശം ഫലങ്ങളെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൃതജ്ഞതനെ ഉപയോഗിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും നിങ്ങൾക്ക് വിചാരിക്കുന്ന പോസിറ്റീവ് ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ഇത് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ദിവസം നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നാളെ രാവിലെ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വായ്പ എടുക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണ്, അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ആവാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവും, എന്തും ആവട്ടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിനെ മാന്ത്രികത വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് എന്താണോ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട്, അതിൻ്റെ ആ ഒരു പട്ടിക എഴുതിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം കിട്ടിയതിന് നന്ദി, ഈ ഒരു ഗംഭീര ഗുണം കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. അങ്ങനെ ആ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഫലത്തിൻ്റെ ഒരു ഗുണഫലമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എഴുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നന്ദി എന്ന് പറയുന്ന ലെവലിലേക്ക് ബേസ് ചെയ്യാം.
അപ്പം അങ്ങനെ ഒരു മാന്ത്രിക പരിശീലനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് അറിയുമോ? നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീമായിട്ടുള്ള കാര്യം അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ഇത് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 10 അനുഗ്രഹങ്ങളുടെ പട്ടിക ഉണ്ടാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ പറയുക. എഴുതി കഴിഞ്ഞിട്ട് നന്ദി 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 പറയുക. 2, ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ 3 കാര്യങ്ങൾ എടുക്കുക. ആ 3 കാര്യങ്ങൾ സംഭവിച്ചതുപോലെ സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു എൻഡ് റിസൾട്ട് ഉണ്ടല്ലോ, ആ ഔട്ട്കത്തിനെ നിങ്ങൾ കണ്ടിട്ട് അതിന് നന്ദി നന്ദി, ആ ഒരു റിസൾട്ട് തന്നതിന് നന്ദി നന്ദി എന്ന് അഡ്വാൻസ് ആയിട്ട് പറയാം. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എന്തെങ്കിലും വലിയൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തെ എടുത്തിട്ട് കണ്ണുകൾ അടച്ചിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗുണഫലം കിട്ടിയതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് നന്ദി നന്ദി പറയാം. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആ കല്ലെടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. എന്നിട്ട് അതിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ദിവസം വളരെ നന്ദിയോടെ എല്ലാ ആൾക്കാർക്കും നന്മ വരട്ടെ എന്ന ആ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്ന നല്ല ഒരു ചിന്തയോടെ നിങ്ങൾ കിടന്നുറങ്ങുക. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഒത്തിരി അധികം അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം നൽകിയിട്ട് എല്ലാവരുടെയും ജീവിതം പ്രകാശപൂരിതമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.